ഇതുവരെ ഇതൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ വേഗം പോയി ചെയ്തു കേട്ടോ. കാരണം അത്രക്കും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. റമദാനിലാണെങ്കിലും അല്ലെങ്കിലും കിച്ചണിലെ ജോലികളൊക്കെ എളുപ്പമാക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള എടുക്കുന്നുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ആദ്യം തന്നെ റെഡിയാക്കിയാൽ കിച്ചണിലെ വലിയ പണി കഴിഞ്ഞു. എന്തൊരു കുക്കിംഗ് ചെയ്യുകയാണെങ്കിലും ഇവന്മാരൊക്കെ ഇല്ലാതെ നമുക്ക് പറ്റേയില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനും തൊലി കളഞ്ഞെടുക്കാനും വേണ്ടിയിട്ട് കുറേ അധികം സമയം നമുക്ക് പോകും. അപ്പോൾ അതങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ്, അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ അത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി അതിങ്ങനെ ചതക്കാതെ പേസ്റ്റ് ആക്കാതെ അല്ലാതെയും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ. ഞാൻ പേസ്റ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യില്ല. കട്ട് ചെയ്തിട്ടും ചതച്ചിട്ടും ഒക്കെ നമ്മൾ കറികളിലേക്ക് ഇടൂലേ, അതിന് വേണ്ടിയിട്ടാണേ. ഇതിപ്പോൾ എന്താണെന്നല്ലേ, ഇത് കുറച്ച് ഉലുവ, കടുക്, ജീരകം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാനൊന്ന് കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മസാലപ്പൊടികൾ കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ബിരിയാണി ഗരം മസാലയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഏലക്കപ്പൊടി ഉണ്ടാക്കൂലേ, അതിന് വേണ്ടിയിട്ട് ഏലക്ക ഒന്ന് ചൂടാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഏലക്കയിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇതുപോലെ ഇനി എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി എൻ്റെ പാചകത്തിലേക്ക് മെയിനായിട്ടുള്ള ഒരാളാണ് കുരുമുളക് പൊടി കേട്ടോ. അതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനാക്കണ്ട, ജസ്റ്റ് ഒന്ന് തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഗരം മസാല അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലൊരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പാചകം ഈസി ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് അച്ചാർ അങ്ങനത്തെ പണികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചേ. പിന്നെ മുളക് പൊടിയും വിനാഗിരിയും ഒന്നും ഒട്ടും ചേർക്കാത്ത നെല്ലിക്കയും അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കണ്ണിമാങ്ങയും അച്ചാറിട്ട് വെച്ചേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ വേണമെന്നുള്ളവർക്ക് സ്ക്രീനിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോ. മാങ്ങ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ കണ്ണിമാങ്ങയൊക്കെ ഉപ്പിട്ടിട്ട് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് പേടിക്കാതെ വിനാഗിരിയൊന്നും ചേർക്കാത്ത അച്ചാർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം എല്ലാം ഒന്ന് ബോട്ടിലാക്കിയിട്ട് വെക്കട്ടെ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ആ ചോറൊന്ന് കഴിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇനിയും നോക്കി വെക്കുക, വേഗം ആയിക്കോട്ടെ.